ഗായ്സ് നമ്മുടെ സെനിക്സുക്ക് എന്ത് പറ്റി? എന്തുകൊണ്ടാണ് സെനിക്സു കോൾഡായി മാറിയത്? എന്തുകൊണ്ടാണ് മുഖത്തൊരു പേടിയില്ലാത്ത സാധാരണ ഒരു ഡീമനെ കാണുമ്പോൾ തന്നെ പേടിച്ചെടുക്കും സെനിക്സു എന്തുകൊണ്ട് ഒരു കൂസലാണ്ട് ഇൻഫിനിറ്റി കാസലിലേക്ക് നല്ല കൂളായിട്ട് കയറി ചെല്ലുന്നു? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. എന്തായാലും ഉറപ്പായിട്ടും മാങ്ക സ്പോയിലേഴ്സ് ഉണ്ടാവും. മാങ്ക വായിക്കാത്ത ഒരാളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സെനിക്സുക്ക് ലെറ്റർ കിട്ടിയ നമ്മൾ എല്ലാവരും എപ്പിസോഡ്സിലൂടെ കണ്ടതാണ്. ആ ലെറ്ററിലുണ്ടായ നമ്മുടെ സെനിക്സുവിൻ്റെ മാസ്റ്ററായ ജിഗോറോ മരിച്ചിരിക്കുന്നു. അതൊരു സൂയിസൈഡ് ആയിരുന്നു. അതിൻ്റെ കാരണം നമ്മുടെ മാസ്റ്റർ സെനിക്സുവിനെ മാത്രമല്ല ട്രെയിൻ ചെയ്തിരുന്നത്, സെനിക്സുവിനെ പോലെ തന്നെ അടുത്ത് എഴുവഴിയുന്ന വേറൊരു ക്യാരക്ടറോടെയാണ് കൈഗാക്കു നമ്മുടെ സെനിക്സുവിനെ പോലെ തണ്ടർ ബ്രെത്ത് മാസ്റ്റർ ചെയ്ത ഒരാളാണ്. തണ്ടർ ബ്രെത്തിൻ്റെ 6th ഫോമും മാസ്റ്റർ ചെയ്ത ഒരു ക്യാരക്ടർ കൂടെയാണ് കൈഗാക്കു. ബട്ട് കൈഗാക്കു ഡീമനായ ന്യൂസറിനെ കൊണ്ടാണ് നമ്മുടെ ജിഗോറോ സൂയിസൈഡ് ചെയ്തത്. ഇതെല്ലാം പറഞ്ഞ സെനിക്സു തൻ്റെ പേടിയായുള്ള പേഴ്സണാലിറ്റിക്ക് മാറ്റി വെച്ച് റിവഞ്ച് എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് നമ്മുടെ ഇൻഫിനിറ്റി കാസലിലേക്ക് അങ്ങനെ കയറി ചെല്ലുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെനിക്സു ഒരു അപ്പർ മൂൺ 6 ഫൈറ്റ്. ഈ അപ്പർ മൂൺ വേറെ ആരും നമ്മുടെ കൈഗാക്കു തന്നെയാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കുക, ഷെയർ ചെയ്യാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.